Hello, hi, dear friends. അപ്പോൾ ഇന്ന് ഞാൻ മുട്ട കൊണ്ടൊരു സ്പെഷ്യൽ ഐറ്റം ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലൊന്നും ഇപ്പോൾ എപ്പോഴും മീനൊന്നും കിട്ടുന്ന സമയമായിരിക്കില്ല. നിങ്ങളുടെ അല്ല, എൻ്റെ വീട്ടിലും അത് തന്നെയാണ് അവസ്ഥ. അപ്പോൾ മീൻ കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് പാടായിരുന്ന ഒരു പീരീഡിലാണ് നമ്മൾ കിട്ടുന്നുണ്ട്. പക്ഷേ വിശ്വസിച്ച് ചിലപ്പോൾ വാങ്ങിക്കാൻ പറ്റില്ല, ഒത്തിരി അഴുകിയ മീനൊക്കെ വരുന്നു എന്നൊക്കെ പറയുന്നില്ലേ. ഫ്രഷ് ഫിഷ് കിട്ടുകയാണെങ്കിൽ ഓക്കെ. മീൻ കഴിക്കാൻ തോന്നിയാൽ എന്ത് ചെയ്യും? മുട്ടയുണ്ട്, അപ്പോൾ പിന്നെ മീൻ പോലൊരു കറി ആക്കിയാലോ. മുട്ട കൊണ്ട് നമ്മളൊരു മീൻ കറി ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് കാര്യങ്ങളെല്ലാം അരിഞ്ഞ് തുടങ്ങിയതാണ് സത്യത്തിൽ. ഞാൻ വിചാരിച്ച് പെട്ടെന്ന് തീർക്കാമല്ലോ, അപ്പോൾ അരിഞ്ഞ് വെച്ചാൽ പിന്നെ ഞാൻ ആലോചിച്ചൊന്ന് കാണിച്ചു തരട്ടെ അരിയുന്ന രീതി. അപ്പോൾ അതേ നോക്കിക്കോളൂ. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ട് ഞാനിങ്ങനെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചു, ചെറുതായിട്ട്. ഇതൊരു ടീസ്പൂണോളം വരും. പിന്നെ ഒരു 4 വലിയ ചെറിയ ഉള്ളിയായിരുന്നു, 4 മുതൽ 5 വരെ ആകാം, ഇത്രയും ഒരു 1/4 കപ്പോളം. ഓക്കെ, 3-4 ചെറിയ ഉള്ളി. ഇപ്പോഴത്തെ ചെറിയ ഉള്ളിയൊക്കെ വലുതാണല്ലോ. പിന്നെ ഒരു വലിയ സവാളയുടെ പകുതിയാണ് ഞാൻ എടുത്തത്. അത് ഇച്ചിരി കൂടെ ഉണ്ട്, കട്ട് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ഇത് ഫുള്ളല്ല, ഒരു വലിയ സവാളയുടെ പകുതിയായിരുന്നു. നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ചെറിയ സവാളയാണെങ്കിലും കുഴപ്പമില്ല, ഒരു വലുതാണെങ്കിലും 1-ന്റെ പകുതി. ഓക്കെ, എന്നിട്ട് ചെറുതായിട്ട് ഇങ്ങനെ അരി. അപ്പോൾ സവാള ഏതാണ്ട് ഒരു 1/2 കപ്പ് വരും, ഇതൊരു 1/4 കപ്പും വരും. അങ്ങനെ ആകട്ടെ. ചെറിയ ഉള്ളി, പിന്നെ ഒരു പച്ചമുളകാകാം, ചെറുതായിട്ട് മുറിക്കണം എന്നില്ല, ഇങ്ങനെ ഇടാം. ഓക്കെ, ഈ രീതിയിൽ മുറിച്ചിടാം. ഇനി ഒന്നുമില്ല, മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഒരു 4 മുട്ടയിലാണ് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത്. അത് 4 eggs. അപ്പോൾ നമ്മൾ ട്രഡീഷണലായിട്ട് മീൻ ചട്ടിയിൽ തന്നെ ഈ ഒരു മീനില്ലാത്തൊരു മീൻ കറി, മുട്ട മീൻ കറി ഉണ്ടാക്കാൻ പോവാണ്. ഈ മുട്ടക്കറിക്ക് മീനിൻ്റെ തേങ്ങ അരച്ച കറിയാണ്. മുട്ട തേങ്ങ അരച്ച് വെച്ച് കഴിഞ്ഞാൽ മീൻ കറി പോലെ തന്നെ ഇരിക്കും, ഭയങ്കര ടേസ്റ്റാണ്. ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ച് വെളിച്ചെണ്ണ. അപ്പോൾ ഇതെല്ലാം നമ്മൾ വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്, നല്ല നാടൻ രുചിയല്ലേ വേണ്ടേ. പിന്നെ 1-2 കാര്യങ്ങളുണ്ട്. അരച്ചെടുക്കണം, അരപ്പ് വേണം. അപ്പോൾ തേങ്ങ അരച്ച കറിയല്ലേ, അപ്പോൾ അതിന് തേങ്ങ ചെറുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ 1 കപ്പ് ഞാൻ അളവ് കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിരിക്കുവാണ്, 1 കപ്പ്. അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് സാധനങ്ങൾ ചേർക്കണം. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ എന്താണ് വേണ്ടത്, കുറച്ച് ഉലുവാപ്പൊടിയും വേണം. അതെടുത്ത് റെഡിയാക്കി വെച്ചേക്കാം. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഓക്കെയാണ്. ഇനി എന്താണ് ഇവിടെ ഒരു കാര്യം ചെയ്യാം, എണ്ണ ഒഴിക്കട്ടെ. വെളിച്ചെണ്ണ ഒന്നല്ലെങ്കിൽ മാക്സിമം 1 മതി. കാര്യം നമ്മൾ അവസാനം കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കണം. അപ്പോൾ ആദ്യം നമുക്ക് 1 ടേബിൾ സ്പൂൺ, അല്ലെങ്കിൽ മാക്സിമം 1.5 ടേബിൾ സ്പൂൺ ആയിക്കോട്ടെ, കുഴപ്പമില്ല. എണ്ണ ചൂടാകട്ടെ. ആ സമയം 1-2 കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. മിക്സിക്കകത്തേക്ക് തേങ്ങ ചെറുകിയിടുന്നു. അരച്ചെടുക്കാനുള്ള കാര്യങ്ങളാണ്. അപ്പോൾ കല്ലിൽ വെച്ച് അരച്ചാലും ടേസ്റ്റ് കൂടുകയുള്ളൂ. എനിക്ക് കല്ലിൽ അരക്കുന്ന കൂടുതൽ ഇഷ്ടം, പക്ഷേ എന്ത് ചെയ്യാം, ഇവിടെ കല്ലിൽ അരയ്ക്കാൻ പറ്റില്ലല്ലോ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ മുളക് പൊടി ഒരു 3 ടീസ്പൂൺ ആയിക്കോട്ടെ. പിരിയൻ മുളകിൻ്റെ പൊടിയാണ്, 3 ടീസ്പൂൺ ഞാൻ എടുക്കുന്നു. അപ്പോൾ ഏകദേശം 1 ടേബിൾ സ്പൂൺ എന്ന് പറയാം. 3 ടീസ്പൂൺ എന്ന് പറഞ്ഞാൽ 1 ടേബിൾ സ്പൂൺ, അതാണ് കണക്ക്. ഇത് നല്ല കളർ കിട്ടും പിരിയനാകുമ്പോൾ. 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർക്കാം. ഇത്രയേ ഉള്ളൂ. ഇതൊന്ന് അരയ്ക്കാം. ഒരല്പം പുളി, ഇതേ നോക്കിയേ, ചെറിയ ഒരു പിഞ്ച്, ഒരുപാട് വേണ്ട കേട്ടോ. സാധാരണ നമ്മളൊരു മീൻ കറിക്ക് അരയ്ക്കുന്ന അത്രയും പുളിയുടെ ആവശ്യമില്ല. എങ്കിലും ഒരു ചെറിയ നെല്ലിക്ക എന്ന് പറയാൻ പറ്റുമോ, 1 നെല്ലിക്കയുടെ പകുതി അത്ര എടുത്തു. ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ഞാനൊന്ന് അരയ്ക്കാൻ പോകും. അപ്പോൾ വെള്ളം എടുത്തിട്ട് വന്നാലോ, കുറച്ച്. എല്ലാം റെഡി, സെറ്റ് ടു ഗോ. പക്ഷേ അതിന് മുമ്പേ എണ്ണ ചൂടായി. ഇനി ഓരോ കാര്യങ്ങളായിട്ട് ഇട്ട് ഒന്ന് വഴറ്റി തുടങ്ങിയിട്ട് അരയ്ക്കാം. അപ്പോൾ ഇഞ്ചി, പിന്നെന്താ പച്ചമുളക്, ഇത് രണ്ടും ആദ്യം. അതിൻ്റെ കൂടെ ചെറിയ ഉള്ളി. ഇത് ആദ്യം ഒന്ന് കളർ മാറി വരട്ടെ, എന്നിട്ട് നമുക്ക് സവാള ചേർക്കാം. ഇത് ഇച്ചിരി സമയം എടുക്കുമല്ലോ, ആ സമയം നമുക്ക് അരയ്ക്കാം. ഇച്ചിരി വെള്ളം കൂടി ചേർക്കാം ആദ്യമേ തന്നെ. നന്നായിട്ട് അരയണം, ഒരു എന്താ പറയുക, ഒരു മഷി പോലെയൊക്കെ ഏകദേശം അത്ര അരയണം. ഒരുപാട് നമ്മൾ മീനിനൊക്കെ അരയ്ക്കുന്ന ആ ഒരു പാകം, ഭയങ്കര പേസ്റ്റ് അല്ല, എന്നാൽ കുറച്ച് തരിയ ഇല്ലാതെ, ഒരുപാട് തോരൻ പാകം അല്ലാണ്ട് അരച്ചെടുക്കാം. ഒരു പേസ്റ്റ് പോലെ എന്ന് പറയാം ഏകദേശം. ഇനി വീണ്ടും ഒന്നുകൂടി ഒന്ന് അരയ്ക്കണം. അതിന് മുന്നേ നമ്മുടെ അടുപ്പിൽ കിടക്കുന്ന കാര്യമൊന്നും നോക്കണ്ടേ. തീ കുറച്ചിട്ടിട്ടാണ് പോയത്. കളർ മാറി തുടങ്ങിയിട്ടില്ല. കൊച്ചുള്ളിയുടെയൊക്കെ നിറം മാറിയിട്ട് നമുക്ക് സവാള ചേർക്കാം. ഡയറക്റ്റായി നമ്മൾ ഇത്ര മതി. ഇതാണ് പാകം. ഈ ഒരു പാകത്തിന് അരച്ചെടുക്കണം. കണ്ടല്ലോ, ഓൾമോസ്റ്റ് അരഞ്ഞിട്ടുണ്ട്. എന്നാൽ ഭയങ്കര പേസ്റ്റായിട്ടും ഇല്ല. എന്നാൽ പേസ്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ പേസ്റ്റാണ്. തേങ്ങയുടെ തരി കാണാമല്ലോ. ഓക്കെ, ഇനി നമ്മൾ അതിൽ തന്നെ ഇരിക്കട്ടെ. മിക്സിയിൽ വെള്ളം ഒഴിച്ചിട്ട് കഴുകി എടുക്കുകയും വേണമല്ലോ. അപ്പോൾ ഇവിടുത്തെ കാര്യം ഞാൻ വീണ്ടും തീ കൂട്ടാൻ പോവുകയാണ്. ഞാൻ ഫ്രീ ആയല്ലോ, എൻ്റെ കൈ ഫ്രീ ആയി. അപ്പോൾ നമ്മൾ ഇങ്ങനെ, അപ്പോൾ എന്നോട്
ഒന്ന് രണ്ട് കമൻറ്റ് ബോക്സിൽ 2-3 സുഹൃത്തുക്കൾ ചോദിച്ചതെന്ന് വെച്ചാൽ വർക്ക് എങ്ങനെയാണ് നമ്മളിങ്ങനെ ബാലൻസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഒരേ സമയം നമ്മൾ 2-3 കാര്യങ്ങൾ ഇങ്ങനെ ബാലൻസ് ചെയ്ത് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ സാധാരണഗതിയിലാണെങ്കിൽ നമ്മൾ വീട്ടിൽ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ അരിഞ്ഞു തുടങ്ങി. അപ്പോൾ ആദ്യം നമ്മൾ ഇഞ്ചിയും പച്ചമുളകും ചെറിയ ഉള്ളിയും കൂടി എണ്ണ ചൂടാക്കാൻ വെച്ചിട്ട് അരിയാൻ തുടങ്ങിയാൽ മതി. പെട്ടെന്ന് അരിയാൻ പറ്റുന്ന കാര്യങ്ങൾ ആദ്യം ചൂടാക്കാനിടുന്നു. വൈകിട്ടൊക്കെ നമ്മൾ സവാള അരിഞ്ഞ് വെച്ചിട്ട് അരയ്ക്കാനുള്ള സാധനങ്ങൾ അരച്ചത് കൊണ്ട് വെക്കുന്നു. അപ്പോഴത്തേക്ക് ഇത് ഏതാണ്ട് മൂക്കാറാകും. അപ്പോഴത്തേക്ക് അടുത്ത സവാള ചേർക്കുന്നു. ഈ ഒരു ഓർഡറിൽ അങ്ങ് പോയാൽ മതി. അപ്പോൾ എല്ലാം അറ്റ് എ ടൈം ചെയ്യും. അപ്പോൾ സമയം വളരെ കുറച്ച് മതിയാവും. ഞാൻ അത് അങ്ങനെ തന്നെയാണ് നമ്മൾ വീട്ടിലൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ കാണിക്കുമ്പോൾ ചില സമയങ്ങളിൽ ചില വിഭവങ്ങൾ കാണിക്കുമ്പോൾ എന്നോട് 2-3 ചോദിച്ചു. അപ്പോൾ നമ്മൾ അരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് വേണമെങ്കിൽ എണ്ണ ചൂടാക്കാൻ വെച്ചൂടെ. പക്കോറാസ് ഉണ്ടാക്കിയപ്പോൾ അങ്ങനെയാണ് പറഞ്ഞത്, മിക്സ്ഡ് വെജിറ്റബിൾ പക്കോറാസ്. അപ്പോൾ ഞാനിങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വേണമെങ്കിൽ എന്തുകൊണ്ട് എണ്ണ ചൂടാക്കാൻ വെച്ചുകൂടാ. അപ്പോൾ എണ്ണയുടെ ഒരു തീയിൽ കുറച്ച് ഇട്ട് വെക്കാം, കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ഇതിലിങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ അരിഞ്ഞുകൊണ്ടിരുന്നത് കൊണ്ടാണ്, ഓരോന്നും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യാത്തത്. പക്ഷെ നിങ്ങൾ വീട്ടിൽ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യാം. ചെറിയ രീതിയിൽ ഇട്ടാൽ മതി. ആ സമയം കൊണ്ട് വെജിറ്റബിൾസ് അരിയാം, പിന്നെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുന്നു. അത്രേ ഉള്ളൂ, സിമ്പിൾ. എടുത്തിടാം, അങ്ങനെ തന്നെ ചെയ്യാം. അപ്പോൾ നോക്കിയേ, കളർ മാറാൻ തുടങ്ങും ചെറിയ ഉള്ളിയുടെ. ഇനി നമുക്ക് സവാളയും കൂടി ചേർക്കാം. സവാള ചേർക്കേണ്ട സമയമായി. എല്ലാം കറക്റ്റ് പാകത്തിന് ചേർത്താലേ നമ്മളുടെ ഐറ്റം നല്ലതായിട്ട് വരുള്ളൂ. ഓരോന്നിനൊരു ടൈമിംഗ് ഉണ്ട്. ആ ഒരു ക്ഷമയാണ് നമുക്ക് കുക്കിങ്ങിന് വേണ്ടത്. ഇതൊന്ന് കളർ മാറണം ചെറുതായിട്ട്. ഒരല്പം ഉപ്പും കൂടി ആകാമെന്ന് എനിക്ക് തോന്നി ഈ സമയത്ത്. ഇനി അല്പം കറിവേപ്പില. ഓക്കെ, കുറച്ച് കറിവേപ്പില ഞാൻ ലാസ്റ്റ് ഇടാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പം അല്ലാണ്ട് കുറച്ചിടുന്നു. ഇപ്പോഴാണ് കറക്റ്റ് മണം വരുന്നത്. ഈ സമയം കൊണ്ട് നമുക്ക് മുട്ടയെ ഒന്ന് 2ആയിട്ട് മുറിച്ച് വയ്ക്കും. ഓരോന്നും ഇങ്ങനെ നെടുകെ. ഇതായിരിക്കും നല്ല കുറുകെ മുറിക്കുന്നതിനെക്കാട്ടിലും ദിസ് വുഡ് ബി നൈസ്. ഓക്കെ, അതും സെറ്റ്. ഓൾ സെറ്റ് ഗോ. അപ്പോൾ പുളി നമ്മൾ തേങ്ങയുടെ കൂടെ അരച്ച് കഴിഞ്ഞു. അപ്പോൾ ഇതിനാവശ്യമുള്ള പുളി ഒരു നെല്ലിക്കയുടെ പകുതി അരച്ച് കഴിഞ്ഞു. ഒരു നെല്ലിക്കയുടെ പകുതിയല്ല, ഒരു നെല്ലിക്കയുടെ പകുതിയുടെ സൈസിലുള്ള പുളി ആണ് നമ്മൾ തേങ്ങയുടെ കൂടെ അരച്ചത്, അരപ്പിൽ. അതാണ് നമ്മുടെ മസാല പേസ്റ്റ് റെഡിയാക്കി വെച്ചത്. ഇച്ചിരി കൂടെ ഒന്ന് കളർ മാറിയാൽ മതി. അടുത്ത ചേർക്കേണ്ട കാര്യം ഇത് തന്നെയാണ്. ഇപ്പോൾ ദേ നോക്കി, ഉള്ളിയുടെ കളറെല്ലാം മാറി തുടങ്ങി. ഈ സ്റ്റേജിൽ ഞാൻ എന്താ ചെയ്യണം നോക്കിക്കോളൂ. നമ്മളുടെ മസാല പേസ്റ്റ്, അത് തേങ്ങയുടെ അരപ്പ്, തീ കുറച്ചു. മിക്സി കഴുകി കുറച്ച് വെള്ളം ഒഴിക്കണ്ടേ, അതിനകത്ത് പറ്റിയിരിക്കുന്നതിനെല്ലാം നമ്മളിങ്ങനെ ഇളക്കി. അങ്ങനെ മിക്സി കഴുകി ആ വെള്ളവും ഒഴിച്ചു. കണ്ടല്ലോ, അപ്പം ഇങ്ങനെ ആക്കുമ്പോൾ അതിൻ്റെ പച്ചച്ചുവയൊക്കെ മാറും. ജസ്റ്റ് ഒന്ന് പച്ചച്ചുവ മാറുന്ന വരെ ഒന്ന് ഇങ്ങനെ വഴറ്റണം. കാര്യമായിട്ട് വേണ്ട, ഇച്ചിരി നേരം, ഒരു 5 മിനിറ്റ്. ഈ സ്റ്റേജിൽ നമുക്ക് ഇച്ചിരി ഉപ്പും കൂടി ചേർക്കും. കുറച്ചുപ്പല്ലേ ഞാൻ ചേർത്തിട്ടുള്ളൂ. ഇനി കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ്. അത്യാവശ്യം നല്ല എരിവുണ്ട്, കുഴപ്പമില്ല. നമുക്ക് ഇത്ര എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ 3 ടീസ്പൂൺ നിറച്ചെടുത്തു. അതായത് 1 ടേബിൾ സ്പൂൺ കുമിച്ചെടുത്തു എന്ന് പറയാം. അത്രയും വേണ്ടെങ്കിൽ 11 ടേബിൾ സ്പൂൺ ആയാലും മതി, എരിവ് അത്രയും വേണ്ടെങ്കിൽ. ഓക്കെ, ഇനി വെള്ളം ഒഴിക്കണം. വെള്ളം എന്ന് പറയുമ്പോൾ ഒരു കപ്പ് വെള്ളം, നമുക്ക് ചാറിന് ആവശ്യമുള്ള വെള്ളം. 1-1.25 കപ്പോ 1.5 എത്രയെന്ന് വെച്ചാൽ നമുക്ക് ഒഴിക്കാം. ഇപ്പോൾ ഞാൻ 1 കപ്പ് ആദ്യം ഒഴിക്കാൻ പോകുന്നു, നോക്കിക്കോളൂ. അരപ്പ് കാണുന്നുണ്ടല്ലോ, ഇതാണ് നമ്മളുടെ അരപ്പ്. നല്ലൊരു തിള വരട്ടെ. അപ്പോൾ ഈ അരപ്പ് കലക്കി ഒഴിക്കുന്ന വെള്ളവും അല്ലാതെ നമ്മൾ ഒഴിക്കുന്ന വെള്ളവും എല്ലാം കൂടി ചേർത്തിട്ട് ഏകദേശം ഒരു 1.5-1.25 കപ്പോളം ഞാൻ ഉപയോഗിച്ചു എന്ന് പറയാം. ഇനി ഇതിലേക്ക് ഒരു കാര്യം കൂടി ചേർക്കാം. ഇച്ചിരി ഉലുവാപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടി ചേർക്കാം. വളരെ കുറച്ച് മതി. 1/4 ടീസ്പൂൺ എന്ന് പറഞ്ഞാൽ ഒരു നുള്ളും ഒരു അല്പം കൂടി. ഓക്കെ, അത്ര മതി. ഉലുവാപ്പൊടിയെല്ലാം കൂടിപ്പോയാലൊരു കയ്പ്പ് രസമാണ്, പക്ഷേ ആവശ്യത്തിന് വേണം, എന്നാലേ ആ മീനിൻ്റെ ആ ഒരു മണം നന്നായിട്ട് വരുള്ളൂ. ഒരു 1/2 കപ്പും കൂടി ഞാൻ ചേർക്കുകയാണേ വെള്ളം. കുറച്ചുകൂടി ഇരുന്നോട്ടെ, എന്തായാലും ഒന്ന് തിളച്ച് മുട്ടയൊക്കെ ചേരാനുള്ളതല്ലേ. അപ്പോൾ ടോട്ടൽ ഞാൻ എല്ലാം കൂടി ആ അരപ്പ് കലക്കിയതും ഒഴിച്ചതും എല്ലാം കൂടി ചേർത്തൊരു 2.5 കപ്പ് വെള്ളം ഒഴിച്ചു എന്ന് പറയാം. ഉപ്പൊക്കെ ഒന്ന് നോക്കട്ടെ. പുളിയുണ്ട് ആവശ്യത്തിന്.
കുറച്ച് ഉപ്പിൻ്റെ ഒരു ശകലം ഒരു ഉപ്പിൻ്റെ കുറവുണ്ട്, അതും കൂടി ഞാൻ ചേർക്കും. അങ്ങനെ തിള വന്ന് തുടങ്ങി. ഇനി ഞാൻ തീ വീണ്ടും കുറയ്ക്കുന്നു. എന്നിട്ട് നമ്മുടെ മുട്ട ഇങ്ങനെ ഇട്ടാൽ മതി. എല്ലാം ഇങ്ങനെ കാണുന്ന രീതിയിൽ ഇങ്ങനെ മലർന്ന് കിടക്കുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടാണ്ട്. സ്പേസ് ഉണ്ടല്ലോ ഇഷ്ടംപോലെ, അതല്ല നമ്മളിങ്ങനെ പരന്നൊരു ചട്ടിയിലെല്ലാം ഉണ്ടാക്കുന്നത്. ഇനി ചെറിയ തീയിൽ കിടക്കട്ടെ. ചെറിയ തീയിൽ കിടന്ന് കുറച്ചുകൂടി ചാറൊക്കെ ഒന്ന് കുറുകി വരും. അതുവരെ ചെറിയ തീയിലിടാം. ഇപ്പോൾ ഈ അടുപ്പിൽ നിന്ന് ഞാൻ ഇപ്പുറത്തെ അടുപ്പിലേക്ക് ഒന്ന് മാറ്റി വെച്ചു. കാര്യം ഇതിൽ ചെറിയ തീയിലിട്ടാലും ഭയങ്കര തീയാണ്. അപ്പോൾ ഇതിൽ ചെറിയ തീയിൽ ഞാൻ ഇട്ടിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 15 minutes ആയി എന്ന് പറയാൻ വേണമെങ്കിൽ. ഇത് നോക്കൂ, എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വന്നു. ഇച്ചിരി ചാറുണ്ട്, വേണമെങ്കിൽ ഇച്ചിരി നേരം കൂടെ വറ്റിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ചാറ് ഇല്ലാണ്ടാകും. പക്ഷെ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കണമെങ്കിൽ ഇച്ചിരി ചാറ് വേണ്ടേ. അപ്പോൾ ഇതെന്താണിത്, മീനില്ലാത്ത മുട്ടയിട്ടൊരു മീനില്ലാത്ത കറി, മീൻ കറി എന്ന് പറയാം. പിന്നെ ഇതിനകത്ത് എന്തൊക്കെ ചേർക്കാമെന്ന് വെച്ചാൽ, ഇപ്പോൾ മുരിങ്ങയൊക്കെ ഇഷ്ടമാണെങ്കിൽ ചേർക്കാം. പിന്നെ ഇതിലിപ്പോൾ ഞാൻ പുളി അരച്ചു, അതിന് പകരം പച്ചമാങ്ങ ഇടാം, അല്ലെങ്കിൽ ഇലുമ്പാമ്പുളി ഇടാം. അങ്ങനെയൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്താം. അതേ നോക്കി, നല്ല കണ്ടാലറിയില്ലേ ടേസ്റ്റ്. ഇത് ഇനി ചട്ടിയിൽ ഇരുന്നൊരു കുറുകലുണ്ടാകും. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും അനക്കിയിട്ടില്ല, മുട്ട എല്ലാം അങ്ങനെ തന്നെ നിരന്ന് കിടക്കുന്നുണ്ട്. ഇനി ഇതിലൊരല്പം, ഇതെന്തായാലും എണ്ണ തെളിഞ്ഞിട്ടുണ്ട്, എങ്കിലും ഒരല്പം എണ്ണയും കൂടി, പച്ച വെളിച്ചെണ്ണ ഒഴിക്കുന്നൊരു സമ്പ്രദായം ഉണ്ടല്ലോ, അതുകൊണ്ട് 1 ടീസ്പൂൺ മതി. ഞാൻ ആദ്യം നമ്മളൊരു 1.5 ടേബിൾ സ്പൂണോളം എണ്ണ ചേർത്തല്ലോ, ലാസ്റ്റ് 1 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ. അത് കുറച്ചുകൂടെ സ്വാദ് കൂട്ടാനാണ് അങ്ങനെ ചെയ്യുന്നത്. ആൻഡ് കറിവേപ്പില, ഫ്രഷ് കറിവേപ്പില ഇട്ട് കൊടുത്തു. കഴിഞ്ഞു. ഇനി തീ ഓഫ് ചെയ്തിട്ടാൽ ഇങ്ങനെ തന്നെ ഇട്ടാൽ മതി. ഇതുപോലെ സമയമാകുമ്പോൾ എടുത്താൽ മതിയല്ലോ. നല്ല എന്താ പറയണ്ടേ, മീൻ കറിയുടെ മണം. മീനില്ലെങ്കിൽ നമുക്ക് മീൻ കറിയുടെ ഒരു മണത്തോടും രുചിയോടും കൂടി കഴിക്കാമല്ലോ അല്ലേ. മുട്ട ഉണ്ടായിരുന്നു മതി. ഇപ്പോൾ 4 മുട്ടയിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് 4 എന്നുള്ളത് 5 മുട്ട ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ റെസിപ്പിയും എൻ്റെ മാജിക് അവൻ്റെ ബുക്കിൽ ഉള്ളതാണ്. അതിനകത്ത് സെർച്ച് ചെയ്താൽ കിട്ടും. ഇതൊന്നും പുതിയതായിട്ട് കണ്ടുപിടിക്കുന്നതല്ല കേട്ടോ. മാജിക് അവന് വേണ്ടി ഞാൻ പണ്ടൊക്കെ കണ്ടുപിടിച്ച റെസിപ്പീസാണ്. എന്ത് രസമാണ്, നല്ലൊരു റെസിപ്പിയാണ്, നല്ല ഒരു സൈഡ് ഡിഷാണ്. നമുക്ക് മീനൊന്നും വേണ്ട. അപ്പോൾ നിങ്ങൾക്ക് ഒരു ദിവസത്തെ ഉച്ചയ്ക്ക് ഒരു ഒഴിക്കാനുള്ള എന്തെങ്കിലും ഒരു കറി, ഒരു രസം എന്തെങ്കിലും ഉണ്ടാക്കുക. പിന്നെന്താ, ഇതുണ്ടാക്കുക, ഒരു മെഴുക്ക് വരട്ടിയോ തോരനോ എന്തെങ്കിലും, അല്ലെങ്കിൽ പയർ പുഴുങ്ങി ഒന്ന് കടുക് താളിച്ചിട്ടാലും മതിയല്ലോ. വൻപയർ, അതൊരു നല്ലൊരു സൈഡല്ലേ അങ്ങനെ. അപ്പോൾ മുട്ട കൊണ്ട് മീനില്ലാത്തൊരു മീൻ കറി എങ്ങനെയുണ്ട്, ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എനിക്ക് തരിക. കമൻറ്റ് ബോക്സ് നിറച്ച് കമൻറ്റ്സ് ഇടുക. അപ്പോൾ ഞാനതെല്ലാം വായിക്കുന്നുണ്ടാകും. പറ്റുന്നിടത്തോളം ഞാൻ മറുപടി തരും. ഇച്ചിരി ലേറ്റ് ആയാലും ഞാൻ മറുപടി തരും. പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പിന്നെന്താ ഷെയർ ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇത് ആണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. അപ്പോൾ സന്തോഷം ഇത്ര നേരം ക്ഷമയോടുകൂടി കണ്ടിരുന്നതിൽ. എല്ലാവർക്കും ഓക്കെ, സ്റ്റേ സേഫ്. താങ്ക് യു സോ മച്ച് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്.